സാമൂഹ്യ മാധ്യമമായ എക്സിലാണ് ഈ ദൃശ്യങ്ങൾ ആദ്യം കണ്ടത്. ചെളിയിലും ചേറിലും കൂടെ നടന്ന് ഭൗതികമായ യാതൊരു പ്രതിഫലത്തിനും വേണ്ടിയാകാതെ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതിയും ക്രിസ്തു സാക്ഷ്യത്തിനു വേണ്ടിയും ആത്മാക്കളോടുള്ള ദാഹത്തെ പ്രതിയും ദിവ്യബലിക്കായി അണയുന്ന ഒരു വൈദികന്റെ ചിത്രം ഇന്നും കത്തോലിക്കാ സഭയിൽ യഥാർത്ഥ പൗരോഹിത്യത്തിന്റെ തീ കെട്ടുപോകാത്ത അനേകം വൈദികരുണ്ടെന്ന നേർസാക്ഷ്യമാണ് കാണിച്ചു തരുന്നത്. സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരമെന്ന വിശുദ്ധ ബൈബിൾ വാക്യം അനർത്ഥമാക്കപ്പെടുകയാണ് ഈ പുണ്യചരിതരുടെ ജീവിതത്തിലൂടെ. തിരുസഭയിലെ അറിയപ്പെടുന്ന വിശുദ്ധരോടൊപ്പം ലോകമറിയാത്ത സമൂഹമറിയാത്ത എത്രയോ വിശുദ്ധരായ പുണ്യാത്മാക്കൾ, അവർ വൈദികരാകാം, സന്യാസിനികളാകാം, ആത്മായ പ്രേക്ഷിതരാകാം, മാന്യമായി ജോലിയോ ബിസിനസ്സോ ചെയ്ത് തൻ്റെ കുടുംബത്തിനും സമൂഹത്തിനും നന്മ ചെയ്യുന്ന ഗൃഹനാഥമാരോ ആയിരിക്കാം. വാർദ്ധക്യത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ പ്രാർത്ഥന മാത്രം ജൽപ്പനമാക്കിയ അപ്പച്ചന്മാരോ അമ്മച്ചിമാരോ ആകാം. ഇവരൊക്കെ സ്വർഗത്തിലെ പുണ്യവാന്മാരുടെ ഐക്യത്തിൽ ജീവിച്ചുകൊണ്ട് ഭൂമിയിലെ തങ്ങളുടെ ഓട്ടം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്നത്തെ സൈബർ യുഗത്തിൽ തികച്ചും ഒരു വെല്ലുവിളി തന്നെയാണ് ശുശ്രൂഷ പൗരോഹിത്യം. തങ്ങളുടെ ശ്രേഷ്ഠമായ വിളിക്കനുസരിച്ച് ക്രിസ്തുവിൻ്റെ കൂട്ടുവേലക്കാരാകുവാൻ സ്വമനസ വന്നണയുന്നവരും ത്യാഗം സഹിച്ച് ദൈവജനത്തിൻ്റെ രക്ഷയ്ക്കായി ആത്മാർത്ഥമായി അധ്വാനിക്കുന്നവരും ഈ കാലഘട്ടത്തിൽ ചുരുക്കമാണ്.